ഹലോ. അപ്പോൾ ഏഷ്യൻ ന്യൂസിൻ്റെ യുവജനോത്സവം പറഞ്ഞ പരിപാടിയിൽ ഒരു ആൺകുട്ടികൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഭവം നമുക്ക് കേൾക്കാട്ടോ. ഇവിടെ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി കുറെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജെൻഡർ ഇക്വാലിറ്റിയും ഫെമിനിസും ഒക്കെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആൺകുട്ടികളെ പൂർണ്ണമായും താഴ്ത്തിക്കെട്ടിയുള്ള സംസാരം. കാരണം ഇപ്പം പെൺകുട്ടികളുടെ വാക്കുകൾക്കാണ് കേരള ഹൈക്കോടതി ആയാലും ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു ആണിന് നേരെ ആദ്യമായി ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിന് എന്താണ് അതിനകത്ത് സത്യാവസ്ഥയെന്ന് ചിന്തിക്കാൻ ഇവിടുത്തെ പോലീസ് ഇവിടെ നിയമം തയ്യാറാവുന്നില്ല. ആദ്യമായി ഒരു പെൺകുട്ടി എന്ന പേരിൽ പെൺകുട്ടികളുടെ ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് മാത്രം മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു നിയമാവസ്ഥയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിനുവേണ്ടി ഇപ്പം രാഹുൽ എന്ന് പറയുന്ന പുള്ളിയൊക്കെ ആൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പങ്കെടുക്കുന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് പുള്ളി എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ആൺകുട്ടികൾക്ക് വേണ്ടി എന്ത് സംസാരിച്ചാൽ ആൺകുട്ടികൾക്ക് ചോദിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ സമൂഹത്ത് വരുന്നുണ്ട്. അതിനുവേണ്ടി പുള്ളി ഇപ്പം മുൻകൈ എടുത്ത് ഇറങ്ങുന്നു. അതേപോലെ തന്നെ ആൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹീബസ് എന്തായാലും തീർച്ചയായിട്ടും ഈ സമൂഹത്ത് വേണം. സ്ത്രീകൾക്ക് മാത്രം പോരാ, പുരുഷന്മാർക്കും സുരക്ഷ വേണം. തീർച്ചയായിട്ടും വേണം. പെൺകുട്ടികൾക്ക് മാത്രം സുരക്ഷ പാടില്ല, ആൺകുട്ടികൾക്കും വേണം. ആൺകുട്ടികളും കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളുടെ ഈ പെണ്ണിൻ്റെ ഈ അമിതമായ സ്ത്രീ സുരക്ഷയും അമിതമായ ഈ നിയമത്തിൻ്റെ ഒരു സുരക്ഷയും കാരണം കുറേ അനുഭവിക്കുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ പറയുമ്പോൾ നമ്മൾ അറിയാൻ തട്ടിപ്പോയാൽ ചിലപ്പോൾ എല്ലാവരും അല്ല, ചില പെണ്ണുങ്ങൾ അത് വേറെ രീതിക്ക് എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചു പോയാൽ അവിടെ നിന്ന് ഉണ്ടാവുക, അവിടെ അപ്പം ഉണ്ടാവുക, അപ്പം കേട്ടവാതി കേൾക്കുന്ന ഒരാൾ തല്ലാൻ പോവുകയാണ് അവിടെ ആൾക്കാർ. അപ്പം അങ്ങനത്തെ കുറേ കേസുകൾ. പിന്നെ അതല്ലാണ്ട് അതുപോലെ ഈ വൃത്തികേട് ചെയ്യുന്ന, അതായത് ബസ്സിലും ട്രെയിനിലും കയറിയിട്ട് പെൺകുട്ടികളെ നോക്കിയിട്ട് വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ ഇതാക്കല്ലേ ചെയ്യുന്നത്. അവരെ തെളിവുണ്ടെങ്കിൽ അവരൊക്കെ നല്ല രീതിക്ക് തന്നെ ശിക്ഷിക്കണം. അത് സ്ഥാനത്ത് ഒരു പെൺകുട്ടി അതിൻ്റെ ഒരു കേസായിട്ട് വന്നാൽ, ഇപ്പോൾ നിയമപോളിക്കൊക്കെ സംഭവിച്ച പോലെ ഒരു കേസായിട്ട് വന്നാൽ നിങ്ങളെന്താ പോലീസുകാരോട് എന്താ വെച്ചാൽ ഫസ്റ്റ് സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് അയാളെ ജയിലിലാക്കാൻ നോക്കുക. അല്ലാതെ അതിന് മുന്നേ തന്നെ പിടിച്ച് കയറ്റി ജയിലിലാക്കി അയാളുടെ ആ സമയം ആ ഒരാൾ കടന്നു പോയ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കാരണം പെൺകുട്ടികൾ അത് അവരുടെ അമിത ഉപയോഗം, ദുരുപയോഗം തന്നെ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ. അത് ഫസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ പല കേസുകളിലും നമുക്ക് ഒരു ഇപ്പോൾ സോക്കോൾഡ് പുരോഗമനവാദികൾ അല്ലേ, അവർ ഒരു പെണ്ണിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചാടി വീഴും, ഒരാണിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അധികം ഇതാക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് പോകും. ആ സ്ഥാനത്ത് ഒരു പെണ്ണാണ് പറഞ്ഞ് പെരുപ്പിച്ച് അവർക്ക് സുരക്ഷ വേണം. അതുപോലെ തന്നെ ആണുങ്ങൾക്കും സുരക്ഷ വേണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മെൻ സൊസൈറ്റിക്ക് അത്രയും പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് കുറേ കാര്യങ്ങൾ അത് പുറത്ത് പറയാനും പുറത്ത് പറഞ്ഞാൽ എന്താവും എന്നുള്ള പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സിറ്റുവേഷൻ ഈ പെണ്ണുങ്ങൾ കാരണം തന്നെ കുറേ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ആണുങ്ങൾ കാരണം കുറേ അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാവർക്കും സുരക്ഷ, അതുപോലെ തന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം. അല്ലാണ്ട് ഒരാൾക്ക് വലുത് ഒരാൾക്ക് ചെറുത് എന്നാവരുത്. ഇവൻ പറഞ്ഞ പോലെ ഒരു പുരുഷന് വേണ്ടിയിട്ട് സംസാരിക്കാൻ കുറച്ച് പേര് വേണം. രാഹുൽ ഈശ്വർ മാത്രമല്ല, അങ്ങനെ കുറേ പേര് വേണം. എന്താണ് ചോദിച്ചിട്ട് കമൻറ്റിൽ പറയുക. കാണുന്നവർ കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക. താങ്ക് യു.